ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെയും ഒരു സമയത്ത് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയുടെയും കറണ്ട് എനർജിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെ പോയ വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ ഒരു റീഡിങ്. കൂടാതെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെയും നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ആ ഒരു വ്യക്തിയുടെയും കറണ്ട് എനർജി എന്നുള്ളത്. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. 7 ഓഫ് പെന്റക്കിൾസ്, Nine of Cups, Four of Cups, Knight of Pentacles. 4 കാർഡാണ് നിങ്ങൾക്കായി എടുത്തിരിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. Five of Swords, Moon, Five of Pentacles, Three of Pentacles. അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. നമുക്ക് ആദ്യം നിങ്ങളുടെ ഒരു കറണ്ട് എനർജി നോക്കാം. നിങ്ങൾ പതിയെ പതിയെ വേദനയിൽ നിന്നും പുറത്തോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു ബന്ധത്തിലൂടെ നിങ്ങൾ ഒരുപാട് ക്ഷമ പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ക്ഷമ എന്താണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ടാണ് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നതായിട്ട് കാണിക്കുന്നത്. മുൻപ് ഒട്ടും തന്നെ ക്ഷമിക്കാൻ കഴിവില്ലാത്ത, പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ പെരുമാറണം, എവിടെയൊക്കെയാണ് ക്ഷമ പാലിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങളിപ്പോൾ ഒരു സമാധാനത്തിലോട്ട്, അതായത് ഒറ്റ നിമിഷം കൊണ്ടല്ല നിങ്ങൾക്ക് ഈ ഒരു സമാധാനം കിട്ടിയത്, പതിയെ 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 നിങ്ങൾക്കൊരു സമാധാനത്തിലോട്ട് നിങ്ങൾ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് വേദനകൾ നിങ്ങൾക്കുണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും നിങ്ങളെ വേദനിപ്പിച്ചു പോയ സമയത്ത് ഒരുപാട് നിങ്ങൾ അവരെക്കുറിച്ച് ഓർത്തതായിട്ടും, ഒരുപാട് കാലം അവർ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും എന്നുള്ള ചിന്തയിലൊക്കെ ഒരുപാട് സമയം കഴിഞ്ഞതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി പതിയെ പതിയെ വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവരോട് എങ്ങനെ ക്ഷമിക്കണം, അതല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പെരുമാറണം, അതല്ലെങ്കിൽ തർക്കങ്ങളിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ ഒഴിഞ്ഞു നിൽക്കണം, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. മുൻപ് നിങ്ങളുടെ ഒരു എനർജി എന്ന് വെച്ചാൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവിടെ പെട്ടെന്ന് ചെന്ന് ചാടുകയും അതിലൂടെ പലതരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങൾ വിളിച്ചു വരുത്തിയ ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒത്തിരി മാറിയ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ഒരു 9 ഓഫ് കപ്സ് കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ സ്വന്തം ലോകത്ത് ഒരു സന്തോഷം, സമാധാനം ഇതൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ ആ ഒരു സന്തോഷവും സമാധാനവും അത് ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കില്ല. അത് നിങ്ങളിൽ നിന്ന് തന്നെ, അതല്ലെങ്കിൽ എന്നിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു സ്വയം ഒരു ചിന്ത നിങ്ങൾക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായ സന്തോഷങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. അത് കൂടാതെ തന്നെ നിങ്ങൾ മുൻപ് നിങ്ങൾക്കൊരു പക്വത ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളിവിടെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റിക്ക് കൈവരിച്ച ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വേദനയിലൂടെ കടന്നുപോയി ശേഷം പതിയെ പതിയെ അതിൽ നിന്നും പുറത്തു വന്നു. അതിനുശേഷം നിങ്ങൾ ഒരു 9 ഓഫ് കപ്സും നൈറ്റ് ഓഫ് പെന്റക്കിൾസും ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു സ്വന്തം സമാധാനം എന്താണെന്ന് കണ്ടെത്തി ഒരു ജീവിതയാത്രയിലൂടെ സ്വന്തം സമാധാനത്തിന് പ്രാധാന്യം കൊടുത്ത് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഒരു കർമ്മ എനർജി ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ഒരു വ്യക്തിയുടെ കർമ്മ എനർജി ഏതാണെന്ന് നോക്കാം. നമുക്കൊരു 5 ഓഫ് സോർട്സ് 3 കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി
ചില തെറ്റുകൾ തിരിച്ചറിഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അവരുടെ ജീവിതത്തിൽ ചില വ്യക്തികളെ വേദനിപ്പിച്ചതിനെ കുറിച്ച് ഓർത്ത് അവർ ഈ ഒരു സമയത്ത് ഒരു കുറ്റബോധത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് അവർ എന്തും അത് വേണ്ടായിരുന്നു, ഞാൻ ചെയ്ത കാര്യങ്ങൾ അത് തെറ്റായിരുന്നു, അത് ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം വിഷമമായി കാണും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു മൂൺ എനർജി കിട്ടുന്നുണ്ട്. ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവർ വേദന തന്നത് ഒരു ചീറ്റിങ്ങിലൂടെ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ചീറ്റിംഗ് നിങ്ങളോട് ചെയ്യണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനസ്സമാധാനമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ആ ഒരു വ്യക്തി പോകുന്നത്. അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള തിരിച്ചടികൾ പല വ്യക്തികളിൽ നിന്നും ഈ ഒരു ആളിന് ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു അടുത്ത സമയത്തായിട്ട് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ധനനഷ്ടം ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി മുൻപ് എന്തെങ്കിലും ഒരു അബദ്ധങ്ങളൊക്കെ ധനപരമായിട്ട് എന്തൊക്കെയോ ചില അബദ്ധങ്ങളൊക്കെ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. എടുത്തു ചാടി ചില അബദ്ധങ്ങൾ ചെയ്ത ഒരു എനർജിയൊക്കെയാണ് കാണിക്കുന്നത്. അതിൻ്റെയൊക്കെ ബലമായിട്ട് ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു ധനനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു അമിതമായിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ ഈ ഒരു വ്യക്തി കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പലരും ഈ ഒരു വ്യക്തിയെ ഈ ഒരു സമയത്ത് ഒറ്റപ്പെടുത്തുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് മുൻപ് ഒരു സമയത്ത് ഇവരുടെ കയ്യിൽ ധാരാളം ധനം ഉണ്ടായിരുന്നു, എന്നാൽ അത് ഈ ഒരു സമയത്ത് നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഇവർക്ക് ധനം നഷ്ടമായ സമയത്ത് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളെയും നഷ്ടപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇവരുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇവർക്ക് ഇത്രയും നഷ്ടം വരുത്തി വെച്ചതായിട്ട് കാണിക്കുന്നത്. ഇവരുടെ സുഹൃത്തുക്കളുടെ ചില അഭിപ്രായങ്ങൾക്ക് ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതിലൂടെ ഒരുപാട് ധനനഷ്ടം, അതുകൂടാതെ ഒരുപാട് കടഭാരമൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമാധാനമില്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചെയ്ത തെറ്റുകൾ അതിനെക്കുറിച്ച് ആവർത്തിച്ച് ഓർക്കുന്നതായിട്ടും അതിലൊരു കുറ്റബോധം ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജിയാണ് ആ ഒരു വ്യക്തിയുടെ ഒരു കറണ്ട് എനർജി ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു രീതിയിൽ പൊയ്ക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊള്ളുക. ഇനി ഇത് അവർക്കൊരു സമാധാനം കൊടുക്കാനോ അതല്ലെങ്കിൽ അവരോട് ക്ഷമിക്കാം എന്നുള്ള രീതിയിലൊന്നും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ ഈ ഒരു സമയത്ത് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാനോ, അതായത് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ആ ഒരു വ്യക്തിക്ക് സമാധാനം കൊടുക്കുവാനോ ആശ്വാസം കൊടുക്കുവാനോ ഒന്നും പോകണ്ട. പകരം നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയിക്കൊള്ളുക. കാരണം ഇവർ ചെയ്തത് ഇവരുടെ കർമ്മയാണ്. അപ്പോൾ അവരുടെ കർമ്മ നിങ്ങൾ ഏറ്റുവാങ്ങിക്കാതിരിക്കുക. കാരണം അവരുടെ കർമ്മ നിങ്ങൾ ഏറ്റുവാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവർ തന്നെ അനുഭവിച്ച് തീർത്തോളട്ടെ. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊള്ളുക. ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.